സോ വേൾഡിലെ വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം എന്ന് കൺസിഡർ ചെയ്യുന്ന നീറ്റ് യു ജി എക്സാം. സോ 2024 നീറ്റ് യു ജി വളരെ സൂണായിട്ട് നമുക്ക് എത്തുവാണ്, മീൻസ് വളരെ സൂണായിട്ട് കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. വി ഹാവ് ടുഡേ ജുമാന ഷെരീഫ്. ആള് കഴിഞ്ഞ നീറ്റ് എക്സാമിൽ കേരള റാങ്ക് 800 മേടിച്ചിട്ട് ഇപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കളമശ്ശേരിയിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആയിട്ട് പഠിക്കുന്ന ആളാണ്. സോ വെൽക്കം ജുമാന. ജുമാന, യു നോ റൈറ്റ് വാട്ട് യു ഹാവ് ഡൺ, ബിക്കോസ് 25 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൽ ആൾമോസ്റ്റ് 40,000 to 50,000 സീറ്റ്സ് മാത്രമേ ഉള്ളൂ, റൈറ്റ്? ദാറ്റ് ഈസ് ആൾമോസ്റ്റ് ഈക്വൽ ടു 2%. സോ 2% ആൾക്കാർ മാത്രമേ ഉള്ളൂ സെലക്ട് ചെയ്യപ്പെടുന്നത് ഗവൺമെൻറ് സീറ്റിൽ, ആൻഡ് യു ആർ വൺ അമോങ് ദം. സോ യു നോ റൈറ്റ് വാട്ട് യു ഹാവ് ഡൺ. സോ ഹൗ യു ആർ ഫീലിംഗ്? ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ചെറുത് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു എങ്ങനെയൊക്കെ ഇവിടെ എത്തണം എന്നുള്ളത്. സോ നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെ നേടിയതാണ്. സോ അതിൻ്റെ ഗ്രേറ്റ്ഫുൾ ആ ഒരു സംഭവം. മോളെ, ഇതെപ്പോഴാ ഈ തലയിലേക്കകത്ത് ഇതുണ്ട് ഡോക്ടർ ആവണം എന്നൊരു ഇത് തലയ്ക്കകത്തുള്ള വന്നു തുടങ്ങിയത്? ചെറുതുള്ളപ്പോൾ തൊട്ടേ ഉണ്ടായിരുന്നു. അതായത് ക്ലാസ്സിൽ ഇങ്ങനെ ടീച്ചേഴ്സ് വന്ന് ചോദിക്കുമ്പോൾ എന്താവാനാണ് ആഗ്രഹം എന്നൊക്കെ. അപ്പോൾ ക്ലാസ്സിൽ ഓൾമോസ്റ്റ് മുക്കാഭാഗം ആൾക്കാരും ഡോക്ടർ, ടീച്ചർ, എഞ്ചിനീയർ അതൊക്കെ തന്നെയായിരിക്കും. അങ്ങനെ എല്ലാവരും നോക്കിയിട്ട് ഓക്കെ ഡോക്ടർ ആവാം, അതാണ് കണ്ടു പരിചയമുള്ള പ്രൊഫഷനും ഡോക്ടറാണ് ചെറുതുള്ളപ്പോൾ തൊട്ട്. ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള പ്രൊഫഷനും ലാസ്റ്റ് എത്തും ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ അവിടെ പോയി ഇങ്ങനെ നോട്ടീസ് ചെയ്യും. അപ്പോൾ ഒരു ടൈം ആകുമ്പോൾ എൻ്റെ ഫ്യൂച്ചറിൽ ഞാൻ ഇവിടെ നിൽക്കുന്നതായിട്ട് ഞാൻ ഇപ്പോൾ അവിടെ പോകുമ്പോൾ കൺസിഡർ കാണുമായിരുന്നു. യു ഓൾവേസ് മാനിഫെസ്റ്റഡ് ദാറ്റ് അല്ലേ? ഓക്കെ. അങ്ങനെ ചെറുതുള്ളപ്പോൾ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ ഡോക്ടർ? ഫസ്റ്റ് ജനറേഷൻ. അപ്പോൾ ഫാമിലിയാണ് കുറച്ച് ഓർത്തഡോക്സ് ആണ്. അപ്പോൾ പുറത്ത് പോയിട്ട് അങ്ങനെ പഠിക്കാൻ സമ്മതിക്കുന്നുള്ള രീതിയിൽ എനിക്ക് ഒരിക്കലും ഇവിടെ എത്താൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം 12th കഴിഞ്ഞ് 18-20 കല്യാണം കഴിയും. അപ്പോൾ ഏതായാലും നോർമൽ ഡിഗ്രി ആയിരിക്കും എടുക്കാമെന്നായിരിക്കും എൻ്റെ മൈൻഡിൽ. പക്ഷെ എൻ്റെ ഉള്ളിൽ ഡ്രീം ഉണ്ടായിരുന്നു ഡോക്ടർ ആവണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ 12th എത്തിയപ്പോൾ അതുവരെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല ഒന്നുമില്ല, പക്ഷെ എൻ്റെ മൈൻഡിൽ ഉണ്ട് ആവണം എന്നുള്ള സംഭവം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉമ്മാനോട് പറഞ്ഞു എന്താണ് റിപ്പീറ്റിന് പോകണം എന്നുള്ള സംഭവം പറഞ്ഞു. അപ്പോൾ വീട്ടുകാർക്കൊക്കെ ആദ്യം ഉമ്മ പറഞ്ഞു അത്രയും ദൂരം ഇപ്പോൾ റിപ്പീറ്റിനാണെങ്കിൽ ഞാൻ കോഴിക്കോടാണ് വരാൻ നിൽക്കുന്നത്, അപ്പം ദൂരം പോകണം എന്നുള്ള സംഭവം വീട്ടുകാരൊക്കെ ഇങ്ങനെ പറഞ്ഞു. എക്സാം ടൈമിലൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. സോ ഇറ്റ്സ് ഓൾ സ്റ്റാർട്ടഡ് ജസ്റ്റ് ആഫ്റ്റർ 12th. 12th NCERT പോലും ഉണ്ടായിരുന്നില്ല, ഒന്നും നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. 12th ലാസ്റ്റ് ടൈം കുറച്ച് വീഡിയോസ് കാണും, അത് ബൈഹാർട്ട് പഠിച്ചിട്ട് പോകും, അങ്ങനെ എഴുതും. അല്ലാതെ ഒരു ബേസ് പോലും അപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് റിപ്പീറ്റിന്റെ ടൈമായിരുന്നു. എത്ര സമയം എടുത്തു റിപ്പീറ്റ്? മീൻസ് റിപ്പീറ്റഡ് 3 times, റൈറ്റ്? സോ ഞാൻ ചോദിക്കുന്നേ, ലൈക്ക് യു സെഡ് കമ്മിങ് ഫ്രം എൻ ഓർത്തഡോക്സ് ഫാമിലി, സോ അവരുടെ മൈൻഡ് സെറ്റിൽ ഓക്കെ 1920 മാരേജ് വേണം എന്നുള്ള രീതിക്ക്. സോ ഹൗ യു കൺവിൻസ് ദീസ് പീപ്പിൾ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ ഉള്ളൊരു എങ്ങനെ? അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ആക്ച്വലി. ഞാൻ പറഞ്ഞത് അവരാദ്യം പറഞ്ഞു 5 വർഷത്തെ കോഴ്സാണ്, അതിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വേറെ ഇയറും കൂടി ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. ലൈഫിൽ കുറേ ടൈം ഇങ്ങനെ പോവാണ്, ആ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൺവിൻസ്. എൻ്റെ ഉപ്പ ഭയങ്കര സപ്പോർട്ടായിരുന്നു, അതുപോലെ എൻ്റെ ബ്രദറും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ ഉപ്പ സപ്പോർട്ടായ പിന്നെ വേറെ ചുറ്റുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും സൈഡിൽ കൂടി പറയുന്നുണ്ടാവും, പക്ഷേ ഡയറക്റ്റ് ഞങ്ങൾ അവിടെ എത്തൂല, ഇൻഡയറക്റ്റ് ആയിട്ട് എത്തുന്നുണ്ടാവുള്ളൂ പറയുന്നത്. ഗവൺമെന്റ് അതില്ല, പഠിക്കട്ടെ എന്നുള്ള സംഭവത്തിൽ അങ്ങനെ വിട്ടു. അപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞു. ഫസ്റ്റിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്തു. കാരണം എനിക്കറിയാം ഇത്ര പഠിച്ചാലേ കിട്ടുള്ളൂ. ഞാൻ ഇതുപോലെ കുറേ യൂട്യൂബ് വീഡിയോസ്, ഇതുപോലത്തെ കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും ആ ടൈമിൽ ഏറ്റവും യൂസ്ഫുൾ ആയത് യൂട്യൂബിലുള്ള വീഡിയോസ് മോട്ടിവേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, അതിലൊക്കെ സ്നാപ്ചാറ്റ്, അതിലൊക്കെ കുറേ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ആക്റ്റീവ് ആയിരുന്നു. ആ അക്കൗണ്ടൊക്കെ റിപ്പീറ്റിന് കയറുന്ന സമയത്ത് ഞാൻ ഡിലീറ്റ് ചെയ്തു. അങ്ങനെ ഫോൺ കംപ്ലീറ്റ് ഒഴിവാക്കി, എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വീട്ടിൽ കൊടുത്തിട്ടാണ് ഞാൻ റിപ്പീറ്റിന് ഹോസ്റ്റലിലേക്ക് കയറുന്നത്. അങ്ങനെ ആ ടൈം മുഴുവൻ ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്തു. അതായത് ഉറക്കമൊക്കെ മെയിനായിട്ട് എനിക്ക് ഫസ്റ്റ് റിപ്പീറ്റിൽ എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നിയ സംഭവം എൻ്റെ ഉറക്കത്തിൻ്റെ ഹാബിറ്റ് ആയിരുന്നു. അതായത് ഞാൻ നൈറ്റ് ഫുൾ ഇരുന്ന് പഠിക്കും, ഉറങ്ങാതിരുന്ന് പഠിക്കണം എന്നുള്ള സംഭവമായിരുന്നു എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നൈറ്റ് 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഉറങ്ങുക. അപ്പോൾ രാവിലെ ക്ലാസ്സിന് പോകുമ്പോൾ എൻ്റെ മൈൻഡ് ഫുൾ ഔട്ട് ആയിട്ടുണ്ടാവും. അതായത് എനിക്ക് മര്യാദ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ വരും. അപ്പോൾ അതെനിക്ക് നല്ല ഒരു 12 to 16 മണിക്കൂർ വരെ. ക്ലാസ്സസ് അതായത് ഞാൻ സൈലത്തിലാണ് പഠിച്ചത്, അവിടെ ഹൈബ്രിഡ് സിസ്റ്റമാണ്. അപ്പോൾ ഒരു ഡേ നമുക്ക് ഫുൾ ഡേ കിട്ടും, ഒരു ഡേ ക്ലാസ് ആയിരിക്കും. ക്ലാസ്സില്ലാത്ത ദിവസം 16 മണിക്കൂർ വരെ പഠിക്കും, ക്ലാസ്സുള്ള ദിവസം ബാക്കിയുള്ള ടൈം ഇരുന്ന് പഠിക്കും. അതായത് ഉറങ്ങാതെയാണ് മെയിനായിട്ട് ഫസ്റ്റ് റിപ്പീറ്റിന് പഠിച്ചിട്ടുണ്ടായത്. അപ്പോൾ എനിക്ക് ഫസ്റ്റത്തിൽ റാങ്ക് വന്നത് 1 lakh ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ സെക്കൻഡ് ചെയ്യണം. അപ്പോൾ സെക്കൻഡിലേക്ക് എന്തൊക്കെ പരീക്ഷ എഴുതി കഴിയുമ്പോൾ എന്തായിരുന്നു ഫീല്? വാട്ട് യു തോട്ട്? നമ്മൾ ഈ ഹാർഡ് വർക്കിന് അനുസരിച്ചുള്ള എക്സാം റിസൾട്ട് വരുമെന്ന് തോന്നിയോ?
ഓർ യു അണ്ടർസ്റ്റാൻഡ്? ഹാർഡ് വർക്കിനനുസരിച്ച് മാത്രമേ കിട്ടും. ഹാർഡ് വർക്ക് തന്നെ വേണം എന്നുള്ളത് മനസ്സിലായി. അതല്ല ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഫസ്റ്റ് പരീക്ഷ എഴുതിയല്ലോ, നമ്മളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. സോ എന്ത് തോന്നി? ലൈക്ക് ഇനഫ് ആയിരിക്കും എന്ന് തോന്നിയോ, ഈ പ്രാവശ്യം കിട്ടുമെന്ന് തോന്നിയോ, അല്ല ഈ പ്രാവശ്യം നടക്കത്തില്ല എന്ന് തന്നെ തോന്നിയോ? നടക്കില്ല എന്ന് മനസ്സിലായി ഫസ്റ്റ് പ്രാവശ്യം പരീക്ഷ എഴുതിയപ്പോൾ. പക്ഷെ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതായത് മോക്ക് ടെസ്റ്റിന് നമ്മൾക്കൊരു റേഞ്ച് സ്കോർ എപ്പോഴും ഉണ്ടാവും. അതായത് എൻ്റെ മോക്ക് ടെസ്റ്റിൽ ഫസ്റ്റ് ഞാൻ നീറ്റിന് എൻ്റെ ഫസ്റ്റത്തെ അറ്റംപ്റ്റിലുള്ള സ്കോർ എന്ന് പറയുന്നത് 157 അങ്ങനെ എന്തോ ആയിരുന്നു. എന്നിട്ട് അപ്പോൾ എനിക്ക് ഞാൻ റിപ്പീറ്റിന് കയറിയിട്ടുള്ള മോക്ക് ടെസ്റ്റ് എഴുതാൻ തുടങ്ങി. മോക്ക് ടെസ്റ്റിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 400 എന്തോ സ്കോർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പം അത് ഞാൻ മെല്ലെ ബിൽഡ് ചെയ്ത് ഗ്രാജുവലി ഒരു 600 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 600 ഒക്കെ സ്കോർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഇതിൽ തന്നെ കിട്ടും എന്നുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ നല്ല മോട്ടിവേഷൻ്റെ ടീച്ചേഴ്സിൻ്റെ അവിടെ നിന്നൊക്കെ കിട്ടും. അപ്പോൾ ഫ്രണ്ട്സൊക്കെ പറയും ഓക്കെ 600 ഒക്കെ ഉണ്ടല്ലോ, നീറ്റൊക്കെ ഉറപ്പായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതുണ്ടായിരുന്നു. എങ്ങനെ റിയൽ സ്കോർ എത്ര ഉണ്ടായിരുന്നു? 508. ഓക്കെ. കേരള റാങ്ക് 1 lakh ആ റേഞ്ചിൽ. പിന്നെ ആണെങ്കിൽ ടെൻഷൻ കൊണ്ട് മെയിനായിട്ട് നീറ്റിന്റെ സമയത്ത് ടെൻഷൻ ഒഴിവാക്കാൻ നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണോ അതുപോലെ ആയിരിക്കും ബാക്കി ഉണ്ടാവുക. അപ്പം ടെൻഷനാണ് ബാക്കിയുള്ള സംഭവം ഡിറ്റർമിൻ ചെയ്യുക. ആ ഡേ കൺട്രോൾ ചെയ്തു ടെൻഷൻ. ബിക്കോസ് സീ വാട്ട് എവർ നമ്മൾ വിചാരിച്ചാലും നമ്മുടെ തോട്ട് പ്രോസസ് ആണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അല്ലെ എവരിവൺ ഈസ് ടെല്ലിങ്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നർ വോയിസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. സോ ഇറ്റ്സ് ഓൾവേസ് ദെയർ നോ സംതിങ് ലൈക്ക് ഓക്കെ ഈസ് ഇറ്റ് ഇനഫ്, ഇത് നടക്കുമോ, അല്ലെങ്കിൽ ബാക്കി നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ പല കോഴ്സിന് പഠിക്കാൻ പോയിട്ടുണ്ട്, ഫാമിലി പ്രഷർ. സോ ഈ ഇന്നർ വോയിസിനെ എങ്ങനെ കൺട്രോൾ ചെയ്തു? എക്സാം മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ തന്നെ നമ്മളിങ്ങനെ നീറ്റ് എഴുതുന്നതാണെന്ന് ഉള്ളത് ഞാൻ ഇമാജിൻ ചെയ്യുമായിരുന്നു. ഓക്കെ ഇത് റിയൽ നീറ്റ് എക്സാം ആണ്, ഇത് നീറ്റിന് പോവാണ്. ആ രീതിയിൽ തന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് ലാസ്റ്റത്തെ മോക്ക് ടെസ്റ്റ് ഒക്കെ അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് ആ ടൈം തന്നെ 1 മണിയാകുമ്പോൾ എക്സാമുകളെ കയറി ഇരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തു. അതായത് റിയൽ നീറ്റ് എക്സാം ആണ് ഇത് എന്നുള്ള രീതിയിൽ തന്നെ ഈ മാർക്കായിരിക്കും എൻ്റെ നീറ്റിന് വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചെയ്തു. പിന്നെ അതുപോലെ ഓരോ ക്വസ്റ്റിന് വേറെ ഒന്നും മൈൻഡിൽ വരരുത്, ക്വസ്റ്റിനിൽ തന്നെ മാക്സിമം ഫോക്കസ് കൊടുക്കുക. ആ ഫോക്കസ് ഞാൻ മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ട് വന്നത്. നീറ്റ് എക്സാമുകളിൽ മെയിനായിട്ട് ഉണ്ടാവുന്നത് ഇത് വെച്ചാൽ ഈ ഇൻവിജിലേറ്ററൊക്കെ ഇടയിൽ വന്നിട്ട് സൈൻ ഇടാൻ പറയുക, പിന്നെ അതുപോലെ ഫോട്ടോ എടുക്കുന്ന അതൊക്കെ ഇടയിൽ വരും. അപ്പോൾ ആ ടൈമൊക്കെ നമ്മൾ മൈൻഡ് ഔട്ടായി പോകും. അപ്പോൾ ആ രീതിയിലൊക്കെ ഞാൻ അത് മൈൻഡ് ചെയ്യരുത്, എക്സാം ക്വസ്റ്റ്യനിൽ തന്നെ ഫോക്കസ് വേണം എന്നുള്ള സംഭവത്തിൽ തന്നെ നിന്നു. പിന്നെ മാക്സിമം ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഫുൾ ഫോക്കസ് കൊടുത്തിട്ട് ഒരു മിനിറ്റാണല്ലോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ ആ 1 മിനിറ്റ് മാക്സിമം അതിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു. പിന്നെ കാൽക്കുലേഷൻ സ്കില്ലൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കാനുണ്ടായിരുന്നു. പിന്നെ മാക്സിമം ഫിസിക്സ് ഒക്കെ ഒരുപാട് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ കുറേ ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നെ പെട്ടെന്ന് ആൻസർ കിട്ടുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. ഫസ്റ്റ് എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു. നൗ അഗെയിൻ അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ മോൾക്ക് അറിയാം ഈ ചാൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സോ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നോ സെക്കൻഡ് അറ്റംപ്റ്റ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്? കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടി ഇരിക്കുന്നുള്ള സംഭവം ഉണ്ടായിരുന്നു. അതിന് ഇതിനെക്കുറിച്ച് പാരൻസിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നോ? സോ റിസൾട്ട് വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? പാരൻസിനോട് പിന്നെ കൺവിൻസ് ചെയ്യാൻ അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇനിയും കുറേ ആൾക്കാർ ഓരോരോ കോഴ്സ് വന്ന് പറഞ്ഞു ഇതെടുത്തു, അത് ചെയ്തോ, എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോയിക്കോ, അല്ലെങ്കിൽ വേറെ പാരാമെഡിക്കൽ ഫീൽഡ്, അങ്ങനെ ഒരുപാടുണ്ട് എന്നുള്ള ഇത് പറഞ്ഞു. പക്ഷേ ഇത് തന്നെ 1 വർഷം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ ലൈഫിൽ ഉറപ്പായിട്ട് റിഗ്രറ്റ് ഉണ്ടാവും എന്നുള്ള സംഭവം എനിക്ക് തോന്നി. അപ്പോൾ ആ റിഗ്രറ്റ് കൊണ്ട് ലൈഫിൽ മുന്നോട്ട് പോകരുത് എന്നുള്ള വാശി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഇരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു 1 വർഷം കൂടിയല്ല, ഇതും കൂടി കിട്ടിയിട്ടില്ലെങ്കിൽ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. ഞാൻ പറഞ്ഞു ഇല്ല, ഇതിൽ തന്നെ ഉറപ്പായിട്ട് വാങ്ങും എന്നുള്ള രീതിയിൽ. പിന്നെ ആലോചിച്ചു ഫസ്റ്റത്തെ റിപ്പീറ്റ് ഞാൻ എനിക്ക് വേണ്ടിയിട്ടായിരുന്നു ഇരുന്നത്. അപ്പോൾ സെക്കൻഡ് റിപ്പീറ്റ് എൻ്റെ പാരൻസിന് വേണ്ടിയിട്ട് അവരെ ഹാപ്പി ആക്കാൻ വേണ്ടി ഇരിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ വാശിയിൽ വേണ്ടിയിരുന്നു. അങ്ങനെ സെക്കൻഡ് ജേണി ഞാൻ ഫുൾ പ്ലാൻഡ് ആയിരുന്നു. അതായത് ഫസ്റ്റിൽ പറ്റിയ മിസ്റ്റേക്സ് ഞാൻ ആദ്യം നോക്കി. ഫസ്റ്റിൽ മിസ്റ്റേക്ക് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഷെഡ്യൂൾ റെഡി അല്ലായിരുന്നു. അതായത് ഇരിക്കുന്ന ടൈമൊക്കെ ഞാൻ ഫസ്റ്റ് മാനേജ് ചെയ്തു. അതായത് ഞാൻ മോർണിംഗ് 9 to നൈറ്റ് 2 വരെയൊക്കെ ആയിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത്. അത് ഞാൻ 9 to 3 രാത്രി ഉറങ്ങണ രീതി ഉണ്ടാക്കി. രാവിലെ 3 മണിക്ക് എണീക്കും. അപ്പോൾ ഹോസ്റ്റലിൽ എല്ലാവരും ഉറങ്ങുന്ന ടൈമായിരിക്കും, 3 മണിക്ക് എല്ലാവരും ഉറങ്ങുന്ന സമയമായിരിക്കും ഹോസ്റ്റലിൽ. ആ ടൈം ഞാൻ എണീക്കാൻ തുടങ്ങി. അപ്പം ഭയങ്കര ഫ്രഷ് സ്റ്റാർട്ടിങ് ആയിരിക്കും, അധികം നോയ്സ് ഒന്നും ഉണ്ടാവുകയും ചെയ്യില്ല. അങ്ങനെ ആ ടൈം എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു, രാവിലെ മോർണിംഗ്. അതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ നീറ്റിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടും കിട്ടാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് ഞാൻ ആ ടൈം എണീറ്റ് വർക്ക് ചെയ്തെന്നുള്ളതായിരുന്നു. എല്ലാവരും ഉറങ്ങുന്ന ടൈം ആ 3 മണി ടു ആ ഒരു 9 മണി വരെ ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ രാവിലെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ട് തോന്നി. സോ സെക്കൻഡ് ടൈം എന്തായിരുന്നു, ലൈക്ക് വാട്ട് ഹാപ്പൻഡ് ത്രൂ റിസൾട്ട് എന്തായിരുന്നു സെക്കൻഡ് ടൈമിൽ? സെക്കൻഡ് ടൈമിൽ ഏറ്റവും ടഫസ്റ്റ് എക്സാമാണ് ഇപ്പോൾ ലാസ്റ്റിൽ നടന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആദ്യം വേണമായിരുന്നു. ഇപ്പം എങ്ങനെ നീറ്റ് വരാമെന്നുള്ളത് നമ്മൾക്ക് അറിയില്ല. അപ്പം അതിന് മുമ്പത്തെ വർഷം ഏറ്റവും സിമ്പിൾ എക്സാം ആയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് എക്സാം എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ എന്ത് വന്നാലും നേരിടണം, എങ്ങനെ വന്നാലും അത് ഈ നീറ്റ് കൊണ്ടേ ഞാൻ പോവുള്ളൂ എന്നുള്ളത് ഞാൻ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ വന്നു. അപ്പോൾ ഇടയ്ക്ക് എനിക്കാണെങ്കിൽ എക്സാം ഹാളിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എക്സാം പേപ്പർ കിട്ടുന്നത്, 10 മിനിറ്റ് എന്തോ ലേറ്റ് ആയി അത് തുറക്കാനൊക്കെ. അപ്പോൾ എല്ലാവരും പാനിക്കായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ജുമാന കൂളായിരിക്കും കിട്ടും ആ ഒരു സംഭവത്തിൽ കുറേ നേരം നിന്ന്. പിന്നെ മെയിനായിട്ട് സ്പിരിച്വൽ ആയിട്ടുള്ള സംഭവം, പടച്ചോൻ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഇത്, എന്ത് വന്നാലും അറ്റ് ദ എൻഡ് പടച്ചോൻ നമ്മളെ രക്ഷിക്കും എന്നുള്ള ആ ഒരു സാധനം ഉള്ളിലുണ്ടായിരുന്നു. സോ മോളെ എങ്ങനെയുണ്ടായിരുന്നു ആ ഫൈനൽ അറ്റംപ്റ്റ്? ഫൈനൽ അറ്റംപ്റ്റ് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. ബിക്കോസ് കൂടെയുള്ള ആൾക്കാരൊക്കെ വേറെ സെറ്റിൽഡായി പോവാണ്, വേറെ കോഴ്സ് എടുത്തു, അവരുടെ കോഴ്സ് ഓൾമോസ്റ്റ് മിഡിലൊക്കെ ആയി. അപ്പോൾ ഞാൻ സ്റ്റിൽ ഈ റിപ്പീറ്റ് നീറ്റ് എന്നുള്ള സംഭവത്തിന്റെ ബാക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ഡിഗ്രി പോലും എൻ്റെ പേരിൽ പറയാനായിട്ടില്ല. പ്ലസ് ടു പഠിച്ചിരുന്ന സമയത്തുള്ള സ്റ്റുഡൻസുമായിട്ട് അപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. സോ അവരെല്ലാവരും എന്താ മോട്ടിവേറ്റ് ആണോ ചെയ്തിരുന്നത്? ഞാൻ ആരുടെയും അഭിപ്രായം ഒന്നും അങ്ങനെ ചോദിക്കില്ല. എനിക്ക് എങ്ങനെയാലും ഇത് നേടണം എന്നുള്ളത് അറിയാം. പിന്നെ പുറത്തുനിന്ന് പല ആൾക്കാരും പലതും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു, ഈ കോഴ്സ് ബെറ്റർ ആണ്, അത് ചെയ്യാം, ഇത് നോക്ക്. പക്ഷെ അതൊന്നും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. എൻ്റെ മൈൻഡിൽ എങ്ങനെയാലും ഒരു ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടണം, ആ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വീട്ടുകാർക്ക് ഉപ്പാക്ക് ഭയങ്കര ഇതായിരുന്നു, ഗവൺമെന്റ് ഒരു MBBS സീറ്റിൽ തന്നെ ഉണ്ടാവണം. പിന്നെ എനിക്ക് അതിന്റെ കൂടെ തന്നെ ഫസ്റ്റ് റിപ്പീറ്റിൽ തന്നെ JEE 96% 97% ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് എനിക്ക് NIT കാലിക്കറ്റ് NIT ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മ ഇങ്ങനെ പറഞ്ഞു, എഞ്ചിനീയർ പഠിച്ചാൽ ഡോക്ടർ എന്നുള്ള പേര് ഉണ്ടാവില്ലല്ലോ. അപ്പൊ വീണ്ടും ആ സംഭവം എൻ്റെ ഭയങ്കര റിഗ്രറ്റ് ഉണ്ടാവും, ഡോക്ടർ എന്നുള്ള. അപ്പൊ ഞാൻ 12th പഠിക്കുമ്പോൾ എൻ്റെ പേരിന്റെ ഫ്രണ്ടിൽ ഡോക്ടർ എന്ന് വെറുതെ നെയിം സ്ലിപ്പ് ഉണ്ടാവുന്ന സമയത്ത് ഡോക്ടർ ജുമാന എന്ന് എഴുതുമായിരുന്നു. അപ്പൊ എൻ്റെ കുറെ ബുക്സിന്റെ ഫ്രണ്ടിലൊക്കെ ഡോക്ടർ ജുമാന ഉണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ റൂമിലൊക്കെ ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ കുറെ കോഡ്സ് ഒക്കെ എഴുതി വെക്കായിരുന്നു. അതിൽ ഞാൻ വലുതായിട്ട് ഡോക്ടർ ജുമാന എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് റിഗ്രറ്റ് ആവല്ലോ, ഞാൻ നേടിയില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമം ഉണ്ടാവല്ലോ എന്ന് എനിക്ക് മൈൻഡിൽ വന്നു. അപ്പൊ ഉമ്മ ഇത് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രൈക്കായി. പിന്നെ ആലോചിച്ചു, ഡോക്ടർ ആവണമെങ്കിൽ വേറെ BDS ഉണ്ട്, ഹോമിയോ ഉണ്ട്, അത് എടുക്കാൻ ഉള്ളത്. പിന്നെ ഫ്യൂച്ചർ മുമ്പോട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് MBBS തന്നെ വേണം. ഉപ്പ പിന്നെ പറഞ്ഞു, ഒന്നും നോക്കണ്ട, ഒന്നുകൂടി പോയി ഇരുന്നോ എന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള ഫാമിലിനെ കൺവിൻസ് ചെയ്യാന്നുള്ളതായിരുന്നു അടുത്തത്. അപ്പോൾ ഉപ്പ പറഞ്ഞു, അതൊക്കെ ബാക്കി അവരെ ഡീൽ ചെയ്തോളാം. പിന്നെ ഹോസ്റ്റലിൽ കയറി ഞാൻ ബാക്കി എന്താ അറിയണില്ല, ചുറ്റുള്ള ആൾക്കാർ എന്താ പറയുന്നത്. ഹോസ്റ്റലിൽ കയറിയാൽ പിന്നെ ഫുൾ സ്റ്റഡി, ആ ഫോക്കസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാരായിട്ടും ഒരു കണക്ഷനും ഇല്ല, വാട്സപ്പ് ഇല്ല, വേറൊരു സോഷ്യൽ മീഡിയ ഇല്ല, വേറെ കോണ്ടാക്ട് ഇല്ല. ആകെ വീട്ടിൽ എപ്പോഴേലൊക്കെ മന്ത്ലി 2 മന്ത് ഒക്കെ കൂടുമ്പോഴാണ് വീട്ടിൽ പോണത്. അപ്പൊ വീട്ടിൽ പോവുക, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതും മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ഓൺലൈനെ കാട്ടി ഏറ്റവും ബെനിഫിറ്റ് ഓഫ്ലൈനിൽ പഠിക്കണതായിരിക്കും. കാരണം കംപ്ലീറ്റ് ആ ഒരു അറ്റ്മോസ്ഫിയറും കിട്ടും. പിന്നെ ആ എന്താണ് ഡിസ്ട്രാക്ഷൻസ് കംപ്ലീറ്റ് ഒഴിവാകും. വീട്ടിൽ നിന്നുള്ള ടോക്സും ആ നാട്ടുകാരുടെ ആ പ്രശ്നങ്ങളും അതൊക്കെ ഒഴിവായിട്ട് ഒറ്റയ്ക്ക് ഐസൊലേറ്റ് ആയിട്ട് പഠിച്ചിരിക്കുന്നതായിരിക്കും ബെറ്റർ. എക്സാം ഡേ ഭയങ്കര ഡിഫിക്കൽട്ട് തന്നെയായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ദിവസം മുമ്പുള്ള എക്സാം തുടങ്ങാം. എക്സാമിന് ഒരു ദിവസം മുമ്പ് എന്തായിരുന്നു മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത്? ഇത് കിട്ടും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. ഞാനിത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കുന്നോളം ആഗ്രഹിച്ച കുന്നിക്കുരോളം എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ഇത്ര മാക്സിമം 1 റാങ്ക് തന്നെ കിട്ടണം, അല്ലെങ്കിൽ കുറച്ചുകൂടി ആ രീതിയിൽ ഇങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു. പിന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ കിട്ടും എന്നുള്ളത്. പിന്നെ അതിൻ്റെ മൈൻഡിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കും, ജുമാന നിനക്ക് കിട്ടും, ഈ നീറ്റ് നിനക്കുള്ളതാണ്. ഫുൾ കോഡ്സൊക്കെ ടേബിൾമ മൊത്തം ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കിട്ടും എന്നുള്ളത് ചെറിയ പേടി ഉള്ളിലുണ്ട്. ബട്ട് അതിനെ ഞാൻ ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്തിട്ട് നല്ല തോട്ട്സ് ഇങ്ങനെ കൊണ്ടുവന്ന് പോസിറ്റീവ് ആ തോട്ട്സ് കൊണ്ടുവന്നുകൊണ്ടേക്കും. പിന്നെ റൂമിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഡൗൺ ആവുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കും. ഞാൻ പറയും, ഇല്ലടാ കിട്ടും, ഇത് സിമ്പിളാണ്, നമ്മൾക്ക് പറ്റും, നമ്മൾ ഇവിടെ നിന്ന് ഇത്ര സ്കോർ വാങ്ങണില്ല, അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ നീറ്റിൻ്റെ സമയത്ത് പോണ സമയത്ത്, അതായത് എക്സാം ഹാളിൽ കയറുന്ന ടൈമൊക്കെ അവിടെ ആൾക്കാരെ ഓരോ സ്കൂളിലും നമുക്ക് ഓരോ സ്ഥലത്താണല്ലോ കിട്ടുക. അപ്പം ചില ഇൻവിജിലേറ്ററൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവരാണെങ്കിൽ എനിക്ക് പേപ്പർ തരുന്നുണ്ടായിരുന്നില്ല. നമ്മളെ ബാച്ചിൽ ആർക്കും, നമ്മളെ ക്ലാസ്സിൽ ആർക്കും പേപ്പർ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ 10 മിനിറ്റ് ഒക്കെ ലേറ്റ് ആയി. അപ്പോൾ ആ ടൈമൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ മൈൻഡ് പോയാൽ പിന്നെ നമ്മൾക്ക് പിന്നെ എൻഡിലേക്ക് എത്താൻ പറ്റൂല. അപ്പോൾ ഞാൻ ഇന്നെ തന്നെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു, കൂളായിട്ട് കിട്ടും, മര്യാദയ്ക്ക് ഇരുന്ന് എഴുതിയാൽ മതി, മെല്ലെ എഴുതിയാൽ മതി. അപ്പോൾ ഞാൻ എന്നോട് തന്നെ പോസിറ്റീവ് ടോക്സ് കൊണ്ടുവന്നു. അപ്പോൾ നീറ്റിൻ്റെ മെയിനായിട്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ പുറത്തുനിന്ന് കുറേ ആളൊന്നും ഉണ്ടാവില്ല. നമ്മൾ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണോ അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾക്ക് എഴുതാൻ പറ്റുക. അപ്പോൾ ഞാൻ എപ്പോഴും രാവിലെ എണീറ്റാലും ഞാൻ കുറച്ച് നേരം എന്നോട് തന്നെ ഇങ്ങനെ പറയും, ജുമാന പറ്റും, ഇത്ര നേരം പഠിക്ക്, ഇതും കൂടി ഇരുന്നാൽ കഴിഞ്ഞു, കുറച്ച് കാലം കൂടെയല്ലേ പഠിക്കണ്ടുള്ളൂ, ഇത്ര എഫേർട്ട് ഇപ്പോൾ ഇട്ടാൽ മതി, പിന്നെ ലൈഫ് അടിപൊളിയായിരിക്കും. പിന്നെ ഞാൻ മുമ്പോട്ടുള്ള ലൈഫ് ഇങ്ങനെ ഇമാജിൻ ചെയ്യും, എന്താണ് ഇനി ഇത് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് എങ്ങനെ ആയിരിക്കും എന്നുള്ള സംഭവം ഞാൻ ആലോചിക്കും. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ ലൈഫ് ഏത് ദിശയിലോട്ടൊക്കെ പോകാന്നുള്ളത് ആലോചിക്കും. അപ്പം ഇപ്പോൾ പോയ എൻ്റെ കറക്റ്റ് റൂട്ടിലാണ് പോയത്. ഇപ്പോഴുള്ള ലൈഫിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അത് നേടിയതിൽ. എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു. ആ റിസൾട്ട് നോക്കിയപ്പോൾ
എന്തായിരുന്നു ലൈക്ക് റിസൾട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ടഫസ്റ്റ് നീറ്റ് എക്സാം ആയിരുന്നു ലാസ്റ്റ് ഇയർ നടന്നത്. അപ്പം മിനിമം 600 എങ്കിലും വേണം എന്നാണ് നമ്മുടെ കൺസെപ്റ്റിൽ. ലാസ്റ്റത്തെ ഇയേഴ്സ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 600 ഏറ്റവും മിനിമം ഉണ്ടെങ്കിലേ ഒരു ഗവൺമെന്റ് അല്ല ഏത് സീറ്റ് ആണെങ്കിലും കിട്ടും എന്നുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് എനിക്ക് ഗവൺമെന്റ് സീറ്റിന് അതിനും മുകളിൽ വേണ്ടേ? അതെ. അപ്പോൾ ഇപ്പം ഏറ്റവും ടഫായിരുന്നല്ലോ എക്സാം. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 550 അബവ് ആണ് സ്കോർ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി കിട്ടാൻ ചാൻസ് ഇല്ല. എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി ഇത് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ റിഗ്രറ്റ് അടിക്കാൻ തുടങ്ങി. കഴിഞ്ഞ വർഷം വല്ല BDSനോ അല്ലെങ്കിൽ NITയിലൊക്കെ പോകാനുണ്ടായിരുന്നുള്ളൂ. വെറുതെ ഒരു വർഷം വേസ്റ്റ് ആയി എന്ന് തന്നെ എൻ്റെ മൈൻഡിൽ കൊണ്ടുവന്നു. പിന്നെ ഇങ്ങനെ പിടിച്ചു നിന്നു. പിന്നെ ഇങ്ങനെ ടെൻഷൻ കൊണ്ട് വൊമിറ്റ് ചെയ്യാനൊക്കെ വരുന്നുണ്ടായിരുന്നു. വീട്ടുകാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നോ? അവരിങ്ങനെ ഉണ്ട്, കുറേ ആൾക്കാർ ഫോണിൽ വിളിച്ചുകൊണ്ട് നിൽക്കുക, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, ഫുൾ ഒരു ബ്ലാങ്ക് ഫീലിംഗ്. അപ്പോൾ ഇങ്ങനെ ഞാൻ സാറിനെ വിളിച്ചു, എൻ്റെ ലാസ്റ്റ് ഇയർ പഠിപ്പിച്ച സാറിനെ വിളിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു ഏറ്റവും ടഫ് എക്സാമാണ്, ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് മനസ്സിലാവണില്ല, കൂളായിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ആലോചിച്ചു ഓക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ നിന്നു. പിന്നെ ഇതിൻ്റെ ഓൾമോസ്റ്റ് കട്ട് ഓഫ് റേഞ്ചൊക്കെ വന്നു. അപ്പോൾ 550 അബവ് ഒക്കെ ഉണ്ടെങ്കിൽ സേഫ് റേഞ്ച് ആണ് എന്നുള്ളത് ഇത് വന്നു. പിന്നെ ഒക്കെ കിട്ടും, എവിടെയൊക്കെ കിട്ടും. കേരളത്തിൽ കിട്ടുകയാണെങ്കിൽ ഭാഗ്യമാണ്, അല്ലെങ്കിൽ എവിടെയൊക്കെ ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടിയാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് റാങ്ക് വന്ന സമയത്ത് കേരള റാങ്ക് 800ഉം ഓൾ ഇന്ത്യ റാങ്ക് 10,000-ന്റെ ഉള്ളിൽ വന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു നല്ല കോളേജിൽ സീറ്റ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ഈ എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്ന വരെയുള്ള ദിവസവും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടൈമല്ലേ? അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു പീരീഡ് ഉണ്ടല്ലോ, ഒരു 2-3 മന്ത് ഗ്യാപ്പ് ഉണ്ട് റിസൾട്ടിന്റെ ഇടയിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ നാട്ടുകാരൊക്കെ വന്ന് ചോദിക്കും, നമ്മൾ വീട്ടിലുണ്ടായില്ലല്ലോ ഇത്രയും ദിവസം. നാട്ടുകാരൊക്കെ ചോദിച്ചു എക്സാം എന്താ, എല്ലാവർക്കും അറിയാം ഇതിന് പോയിട്ടായിരുന്നു, ഇപ്പം വീട്ടിൽ വന്നിട്ടുണ്ടുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മുടെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കായിരിക്കും. അപ്പം എവിടെ പോവുകയാണെങ്കിലും ചോദിക്കും റിസൾട്ട് എന്തായെന്നുള്ളത്. അപ്പം നല്ല പോസിറ്റീവ് റിസൾട്ട് തന്നെ വേണം എന്നുള്ളത് ഉണ്ടാവുമല്ലോ. റിസൾട്ട് ഡേ എന്തായിരുന്നു അവസ്ഥ? റിസൾട്ട് ഡേ ഭയങ്കര ആരെയായിരുന്നു ആദ്യം റിസൾട്ട് വിളിച്ചറിയിക്കുന്നത്? റിസൾട്ടിന്റെ എന്ന് വെച്ചാൽ ഭയങ്കര ലൈഫിൽ ഞാൻ ഇതുവരെ അനുഭവിച്ചില്ല ഏറ്റവും ഹാപ്പിയസ്റ്റ് ഫീലിംഗ് എന്ന് പറയുന്നത്. സത്യമായിട്ട് ഇപ്പം ആലോചിക്കുമ്പോൾ തന്നെ ആ ഒരു ഇത് വരുന്നുണ്ട്, ഗൂസ് ബംസ് വരുന്നുണ്ട്. ഏറ്റവും ഹാപ്പിയസ്റ്റ് ഫീലിംഗ് എന്ന് പറയുന്നത് അതായിരുന്നു. അതായത് ഉമ്മയും അനിയത്തിയായിരുന്നു ഉണ്ടായത്, ഉപ്പ ഉണ്ടായില്ല. അപ്പോൾ റിസൾട്ട് വന്നെന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ ജസ്റ്റ് ഫോൺ എടുത്ത് ഓണാക്കി. അപ്പോൾ തന്നെ നോർമലി സൈറ്റിലാകാം, ആ ടൈം ഇങ്ങനെ ടെൻഷൻ അടിക്കുക. നമ്മൾ 10th ഒക്കെ നോക്കുമ്പോഴെങ്കിൽ കുറേ നേരം ടെൻഷൻ അടിക്കുക. ഇത് പെട്ടെന്നാണ് നീറ്റിൻ്റെത് എന്ന് വെച്ചാൽ പെട്ടെന്നാണ് അവർ സൈറ്റിൽ കൊണ്ടുവരിക. അപ്പോൾ പെട്ടെന്നാണ് സൈറ്റിൽ വന്നത്. ഓപ്പൺ ആക്കി അപ്പോൾ തന്നെ എൻ്റെ റാങ്ക് ഇങ്ങനെ 10K എന്ന് കണ്ടു. ഒപ്പിൻ്റെ ഫുൾ കരയായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് ലൈഫിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് അതോടുകൂടി ഒക്കെ ലൈഫിൽ നേടേണ്ടത് നേടി എന്നുള്ള ആ ഒരു ഫീലിംഗ് ആയിരുന്നു. കാരണം അത്രയും കാലത്ത് ഹാർഡ് വർക്ക്, സ്ലീപ്ലെസ് നൈറ്റ്സ് ഒക്കെ കൂടി ആ സാക്രിഫൈസ് ചെയ്ത സംഭവങ്ങളൊക്കെ നേടി എന്നുള്ളത്. പിന്നെ നാട്ടുകാർക്ക് സൈഡിൽ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് ചോദിക്കാൻ തുടങ്ങിയിരുന്നു. ഇത്രയും വർഷമായാലും ഇങ്ങനെ പോകുന്നത്, ഇനിയും നേടിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഫാമിലീൻ്റെ ഭാഗത്തുനിന്ന് ഒരു സാധനമായി. അവർ ഫാമിലീനെ പ്രൗഡാക്കാൻ പറ്റി, പാരൻസിനെ പ്രൗഡാക്കാൻ പറ്റി. അമ്മ അനിയത്തിക്ക് എന്നാ പറഞ്ഞു? അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഉപ്പയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് ലൈഫിൽ ആദ്യത്തെ ഡോക്ടറാണ്, അല്ല ഫാമിലിയിൽ ആദ്യത്തെ ഡോക്ടറാണ് ഉണ്ടാവാൻ പോണത്. അപ്പോൾ ഫാമിലിയിൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. ആദ്യത്തെ ഡോക്ടറാണല്ലോ. അല്ല ഉപ്പ പിന്നെ നൈറ്റ് വന്നു. ഉപ്പ വന്നു, ഉപ്പ ഹഗ് ചെയ്തു. അതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഉണ്ടായിരുന്നു. ബിക്കോസ് ലാസ്റ്റ് ഇയർ ഞാനിങ്ങനെ നീറ്റ് കിട്ടാതെ ഇങ്ങനെ ഇരിക്കായിരുന്നു. അപ്പോൾ ഉപ്പ ഇതുപോലെ ഇങ്ങനെ നൈറ്റ് വരിക. അപ്പോൾ ഉപ്പാനോട് ഞാൻ പറഞ്ഞു കിട്ടിയില്ല, ഇനി എന്താ ചെയ്യാന്നുള്ളത്. ഞാൻ അതുവരെ നൈറ്റ് വരെ വെയിറ്റ് ചെയ്യുക എന്താണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ. അപ്പോൾ ഉപ്പാനെ കണ്ടപ്പോൾ ഞാൻ ഉപ്പാൻ്റെ ഫേസ് ഏറ്റവും കൂടുതൽ സാഡായിട്ട് കണ്ടത് ആ ലാസ്റ്റ് ഇയർ നീറ്റ് കഴിഞ്ഞപ്പോഴായിരുന്നു. കാരണം എനിക്ക് കിട്ടാത്തതിനെക്കാട്ടി വിഷമം, എനിക്കുള്ളതിനേക്കാൾ വിഷമം ഉപ്പാക്കായിരുന്നു. അപ്പോഴാണ് എൻ്റെ മൈൻഡിൽ വന്നത് ഇത് എനിക്ക് വേണ്ടിയിട്ടല്ലെങ്കിൽ ഉപ്പക്കും ഉമ്മക്കും വേണ്ടിയിട്ടെങ്കിലും നേടണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന് മറുപടി ആയിട്ട് തന്നെ തിരിച്ചുള്ള അടുത്ത നീറ്റിൻ്റെ റിസൾട്ടിൽ അവർ അതിനെക്കാട്ടി അത്രയും അടിപൊളി ഹാപ്പി ആയിട്ട് കാണാനും പറ്റി. ഞാൻ ചോദിക്കുന്നത് ഫസ്റ്റ് ഡേ മെഡിക്കൽ കോളേജിൽ വരുമ്പോൾ, സോ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടായിരുന്നു എവറിത്തിങ് വാട്ട് യു ഹാവ് ഡൺ അല്ലേ? എന്തായിരുന്നു അപ്പോൾ ഉള്ള ഫീലിംഗ്? അതായത് എനിക്ക് തോന്നുന്നു കുഞ്ഞിക്കാലത്തെ കുട്ടിയായിരുന്ന സമയം തൊട്ടേ ഡോക്ടറിന്റെ പേരിന് മുമ്പ് എഴുതി ചേർത്ത്, സോ അത്രയും മാനിഫെസ്റ്റ് ചെയ്തൊരു ദിവസമാണ് അല്ലേ? ആൻഡ് ഫൈനലി യു ആർ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ നിൽക്കുക. സോ ഡ്രീം കം ട്രൂ മൊമെന്റ് എന്ന് പറയില്ലേ, അതന്നെയായിരുന്നു. ഇങ്ങനെ ഉപ്പ എല്ലാത്തിനും ഫോട്ടോ എടുക്കുക, എന്നെ കോളേജിന്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ഉപ്പ ഫോട്ടോ എടുത്ത് തരിക. ഉപ്പ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഉപ്പാരം പറ്റുള്ളൂ ഡോക്ടറുടെ ഉപ്പ ആവണല്ലോ എന്നുള്ള രീതിയിൽ എൻ്റെ പേരൊക്കെ ഡോക്ടർ എന്നുള്ള രീതിയിലൊക്കെ സേവ് ചെയ്ത് വെച്ചു. അങ്ങനെയൊക്കെ ഓൾറെഡി സേവ് ചെയ്തു ഡോക്ടർ എന്നുള്ള പേരിലല്ലേ. പിന്നെ എന്തായിരുന്നു വേറൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ലാസ്റ്റിനെ ഹോസ്റ്റൽ ഉണ്ടാക്കി, ഞാൻ എൻട്രൻസിന് പഠിക്കുന്ന സമയത്ത് ഉപ്പേനെ ഹോസ്റ്റലാക്കിയിട്ട് പോവാം.
അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വീട് വിട്ട് നിൽക്കുന്നത്, അങ്ങനത്തെ ഒക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ എന്നെ അവിടെ ഇറക്കി പെട്ടെന്ന് ഇറങ്ങിപ്പോയി. അപ്പം ബാക്കിയുള്ളവരൊക്കെ പേരൻസൊക്കെ ഹഗ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ പോകും. അപ്പം ഞാൻ ആലോചിച്ചു എന്താണ് ഉപ്പ ഇങ്ങനെ എന്നെ മാത്രം ഹഗ് ചെയ്യാതെ പെട്ടെന്ന് പോയത്. അപ്പോൾ ഉപ്പയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായി. ഉപ്പ പെട്ടെന്ന് പോയി. അപ്പം അത് കഴിഞ്ഞു നെക്സ്റ്റ് ഇയർ ഉപ്പനെ ഉപ്പാനോട് ചോദിച്ചു, ഉപ്പ എന്താ എല്ലാ പേരൻസൊക്കെ ഇങ്ങനെയാണ്, അപ്പോൾ ഉപ്പ എന്താ ഇങ്ങനെ? അപ്പോൾ പറഞ്ഞു, ഞാൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാനും കരയും നീയും കരയും, അതുപോലെ തന്നെ നീ ആ പെട്ടി എടുത്ത് 2 ദിവസം കൊണ്ട് തിരിച്ചു വരികയും ചെയ്യും, അവിടെ പിടിച്ച് നിൽക്കൂല എന്നുള്ള സംഭവം. മറിച്ച് ഞാൻ ഇവിടെ മെഡിക്കൽ എൻട്രൻസ് ഇവിടെ മെഡിക്കൽ കോളേജിൽ കയറിയല്ലോ, അപ്പോൾ ഉപ്പനെ കെട്ടിപ്പിടിച്ച് ഉപ്പ അവിടെ നിന്ന് കരഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അപ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് ലാസ്റ്റ് ഇയർ ഉപ്പ എന്നെ അവിടെ നിന്ന് എൻട്രൻസിൻ്റെ അവിടെ നിന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ ഞാൻ അതുപോലെ തന്നെ ഉപ്പാൻ്റെ കൂടെ പോകുമായിരുന്നു. പക്ഷെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇത് കറക്റ്റ് ഡിസേർവ് ചെയ്യുന്ന സാധനമായിരുന്നു. ഉപ്പ എന്നെക്കാളും ഭയങ്കര ഹാപ്പി, ഉപ്പയുടെ കണ്ണെന്ന് പറയണത് കറക്റ്റ് ആ സംഭവം കണ്ടു. അപ്പം അതിൽ ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ഉണ്ടായിരുന്നു. സോ ഇന്ന് എവറിഡേ യു ആർ ലിവിങ് ദാറ്റ് ലൈഫ് അല്ലേ? സോ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ഓരോ ദിവസം ഫീൽ ചെയ്തിട്ടായിരിക്കുമ്പോൾ ആ ദിവസം അല്ലേ? സോ എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ ഫസ്റ്റ് ഇയർ ലൈഫ് പോകുന്നത്? ഫസ്റ്റ് ഇയർ ഭയങ്കര അടിപൊളിയാണ്. അതായത് പഠിക്കേണ്ട ഒരു സൈഡിൽ കൂടി പോകുന്നുണ്ട്, ബട്ട് ലൈഫിൽ ഞാൻ കുറേ ആഗ്രഹിച്ച ഒരു സാധനം ഉണ്ടായിരുന്നു, അത് ആ കറക്റ്റ് റൂട്ടിൽ കൂടി പോകുന്നുണ്ട്. വീട്ടുകാരുടെ ആ ഒരു മെയിനായിട്ട് എനിക്ക് ഈ പ്രൊഫഷനോട് ഭയങ്കര ഇതെന്ന് പറയുന്നത് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒരു റെസ്പെക്റ്റ്, അവരെപ്പോഴും നമ്മളൊരു ലെവലിലായിരിക്കും കാണുന്നത്. ആ ഒരു ഇത് ഞാൻ നാട്ടിലൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് അടിപൊളിയായി ഫീൽ ചെയ്യുന്നുണ്ട്. ആ പിന്നെ എന്താണ് ഒരു ഫ്രീഡം, അതായത് ഒരു ഗേൾസിനൊക്കെ ഒരു ഫ്രീഡം കിട്ടണമെങ്കിൽ അവർ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക, ഒരു ജോബ് നേടുക, അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ പ്രൊഫഷൻ എടുത്തുകൊണ്ട് എനിക്ക് ആ ഒരു ഫ്രീഡം ഇതിന്ന് കിട്ടി എന്നുള്ളത് ഉണ്ടായിരുന്നു. എനിക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഇപ്പോൾ അല്ലെങ്കിൽ മോള് നേരത്തെ പറഞ്ഞ പോലെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലിയിൽ ഉള്ള ഒരുപാട് പെൺകുട്ടികൾക്ക് സ്വപ്നം കാണാൻ വേണ്ടിയിട്ടുള്ളൊരു അല്ലേ, ഒരുപാട് പേര് മോളെ ഇപ്പോൾ ഒരു റോൾ മോഡലാക്കുക, അല്ലെങ്കിൽ ഒരുപാട് നാട്ടിൽ തന്നെ ഒരുപാട് പേര് പറയാം ആ കുട്ടിയെ മോളെ നോക്കുക എന്നുള്ളതിരിക്കുക. ഇപ്പം എൻ്റെ നാട്ടിൽ എൻ്റെ ജൂനിയേഴ്സൊക്കെ റിപ്പീറ്റിന് പോണവരുടെ പാരൻസ് ഒക്കെ എന്നെ വിളിച്ചിട്ട് ചോദിക്കും എന്താണ് എങ്ങനെയാണ് റിപ്പീറ്റ്, അവരൊക്കെ ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ പറയും എങ്ങനെയാണ് ഇതിപ്പോൾ നേടിയത്, എങ്ങനെയാണ് ഇപ്പോൾ ലാസ്റ്റ് ടൈം ഇപ്പം ഭയങ്കര ടെൻഷനാണ്, എങ്ങനെയാണ് ഇത് ഓവർകം ചെയ്യുക, അങ്ങനെയൊക്കെ വെച്ച് എൻ്റെ ഉമ്മാനും ഉപ്പാനൊക്കെ വിളിക്കും. അപ്പോൾ ഉമ്മ ഇപ്പം ഇപ്പം അതിൽ ഭയങ്കര പ്രൗഡാണ്. എന്തായിരുന്നു മോളെ ആ ഒരു സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്? അത് ഈ റിപ്പീറ്റ് ചെയ്യാൻ സമയത്ത് മോളെല്ലാം ഉപേക്ഷിച്ചിരുന്നത്? ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ബോണ്ടൊക്കെ ഉണ്ടാവില്ലേ, അതായത് ചെറുതുള്ളപ്പോൾ തൊട്ടിൽ എൻ്റെ കസിൻസൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര ക്ലോസ് ആയിരുന്നു, ഫ്രണ്ട്സായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു, ഫുൾ ചില്ലായി നടക്കുന്ന വൈബായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആ ഒരു ലൈഫിൽ നിന്ന് മാറി നിന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ സ്റ്റാർട്ടിങ് സ്ട്രഗിൾ നല്ലോണം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒറ്റയ്ക്ക് നിൽക്കുക, അതായത് എൻട്രൻസിൻ്റെ അവിടെ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ബട്ട് സ്റ്റിൽ എല്ലാവരുടെയും പ്രയോറിറ്റി നീറ്റ് വാങ്ങാൻ പഠിക്കുക എന്നുള്ളതായിരിക്കും. ബട്ട് നമ്മളിപ്പോൾ സ്കൂളൊക്കെ ഉള്ള സമയത്ത് ഫ്രണ്ട്ഷിപ്പ് കഴിഞ്ഞിട്ടായിരിക്കും പഠിത്തം, പക്ഷേ എൻട്രൻസിൻ്റെ അവിടെ നേരെ തിരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും സെൽഫിഷ് ആയിരിക്കും, എല്ലാവരും അവരുടേതായ രീതിയിൽ നിൽക്കണം, കോമ്പറ്റീറ്റീവ് മൈൻഡ് ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. അപ്പം ഈ ഫ്രണ്ട്സ് ആ ഫാമിലി ആയിട്ടുള്ള ആ ഒരു പെട്ടെന്ന് ഡിറ്റാച്ച്ഡ് ആയി നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് വീട്ടിലത്തത് അത് നല്ല മിസ്സായിരുന്നു. ഞാൻ ചോദിക്കുന്നേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ജേർണിയിൽ ആക്ച്വലി മോളെ തന്നെ ഡിസ്കവർ ചെയ്യായിരുന്നില്ലേ അല്ലേ? അതായത് എനിക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്നാ സംഭവിച്ചാലും ഞാനത് നേടിയിരിക്കും അല്ലേ? ആ ഒരു മേ ബി ഇപ്പോൾ മേ ബി ഒരു അറ്റംപ്റ്റിൽ അത് ലൂസ് ചെയ്തിട്ട് മോൾ വേറൊരു കാര്യത്തിന് പോയിരുന്നെങ്കിൽ ഈ ഒരു ഡിസ്കവറി നടക്കത്തില്ലായിരുന്നു. എനിക്ക് എന്നെ ഡിസ്കവർ ചെയ്യാന്നുള്ളത് എനിക്ക് ഈ ഒരു പാത്തിലൂടെ തന്നെയാണ് കിട്ടിയത്. എന്താ മോൾ ഐഡന്റിഫൈ ചെയ്തേ മോളെ കുറിച്ച്? +2 വരെയുള്ള ജുമാനിയും അതിനുശേഷം ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്ന ജുമാനിയും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ഒരു കോട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കര ട്രൂ ആണ്. നമ്മളൊരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ കോഴ്സ് നമ്മൾ അതിന്റെ പിറകെ തന്നെ പോവുക, കഷ്ടപ്പെടുക, കിട്ടുന്നത് വരെ നിൽക്കുക. അല്ലാതെ എനിക്ക് ലാസ്റ്റ് അതുപോലെ കിട്ടാതായ സമയത്ത് എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ സംഭവമാണ്, അതായത് നമ്മളൊരു സംഭവം കുഴിക്കുക, ഗോൾഡിന് വേണ്ടി കുഴിക്കുന്ന സമയത്ത് നമ്മൾ എത്തി തിരിച്ചു പോണതിലല്ല കാര്യം, കുറച്ചുകൂടി കുഴിച്ചാൽ നമ്മൾക്ക് ആ ഗോൾഡും കൊണ്ട് പോവാം. ആ ഒരു കോട്ട് എനിക്ക് ലാസ്റ്റ് ഭയങ്കര സ്ട്രൈക്ക് ആയിരുന്നു. അപ്പോൾ അത്ര നമ്മൾ കിട്ടുന്ന ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ എവിടെ നിർത്തി പോകരുത്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് അത്യാവശ്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടേ നിൽക്കുക. അത് ഉറപ്പായിട്ടും കിട്ടും, പഠിച്ചോണ്ട് അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുതരും. അപ്പം അതുവരെ നമ്മൾ നിൽക്കുക. ഞാനെപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ കർമ്മം തന്നെയാണ് അല്ലേ? അതിനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഭയങ്കര പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, ഭയങ്കര ദൈവവിശ്വാസമുള്ള ഒരാളാണ്, പക്ഷെ നമ്മുടെ ജോലി ചെയ്യുന്നില്ല, ദെൻ ആ പ്രാർത്ഥനയ്ക്ക് ബലമില്ലല്ലോ. സോ പ്രാർത്ഥന ഷുഡ് ബി ഓൾവേസ് റിലേറ്റഡ് വിത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു അസോസിയേറ്റഡ് ആയിരിക്കണം അല്ലേ? സോ യു ആർ ഗിവിംഗ് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾക്ക് ഈ സ്പിരിച്വലി ഉള്ള സംഭവം വേണം. അതെ, അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. ബട്ട് നമ്മൾ നമ്മുടെ ജോലി വളരെ വ്യക്തമായിട്ട് ചെയ്യുകയും വേണം. ഞാൻ ചോദിക്കുന്നേ,
അനിയത്തിയും മിസ് ചെയ്തില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. എനിക്ക് ചെറിയ അനിയൻ ഉണ്ടായിരുന്നു. അതായത് ഞാൻ അനിയനാണ് ഫിഫ്തില്. അവനാണ് അവന്റെ സെക്കൻഡ് മദറാണ് ഞാനെന്ന് പറയാം. ചെറുതുള്ളപ്പോ തൊട്ടേ ഞാനാണ് അവൻക്ക്. ആൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു എവിടെയായി ചേച്ചി പോകുന്നേ എന്ന് ചോദിക്കാറില്ല, എവിടെയാ അയാൾ പോകുന്നത്? ഫസ്റ്റ് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ എന്തോ ആണ്, സെക്കൻഡോ തേർഡിൽ എന്തോ ആണ്, ചെറുതാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും മിസ്സിങ് അവനായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്റ്റലൊക്കെ കയറിയ സമയത്ത് ഞാൻ ഇങ്ങനെ കരയും. ഇപ്പം ഇവരെ ചോദിക്കും എന്താണ്, അപ്പം എനിക്ക് എൻ്റെ ചെറിയ അനിയനെ മിസ് ആവണുണ്ട്. ആ രീതിയിലൊക്കെ ആയിരുന്നു. അവനെടുത്ത് വളർത്തിയതും അവരെ ചെറുതുള്ളപ്പോൾ. 12 വയസ്സ് ഡിഫറൻസ് ഉണ്ട് മോളുമായിട്ട്? 12. 12. ഞാനും അനിയനായിട്ട് 10 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. സോ ഐ ക്യാൻ റിലേറ്റ് ടു ദാറ്റ്. ബേസിക്കലി ഞാൻ പഠിക്കുന്ന സമയത്തും ഇപ്പോൾ മോള് പറഞ്ഞ അച്ഛൻ്റെ കാര്യം എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ബിക്കോസ് അച്ഛൻ കൊണ്ടുവിട്ടിട്ട് പെട്ടെന്ന് പോയെന്ന് പറഞ്ഞില്ല. ഇതുപോലെ ഞാൻ എൻ്റെ വെക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ എനിക്ക് അനിയനെ ഫേസ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ട്. ഞാനും ആളും 10 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. അപ്പം ഞാൻ പോകുന്നതിന് ഒരു 3-4 ദിവസം മുമ്പ് ആളുടെ അറ്റൂഡ് മാറി. ഞാൻ പാക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ മനസ്സിലാവുമല്ലോ. സോ ആളുടെ അറ്റൂഡ് മാറും, ഭക്ഷണം കഴിക്കാതാവും, എന്നെ വിട്ട് മാറത്തില്ല, എന്നെ പിടിച്ചുകൊണ്ടിരിക്കും, മനസ്സിലാവുന്നു. സോ ഐ ക്യാൻ ആക്ച്വലി റിലേറ്റ് മോള് പറയുന്ന കാര്യങ്ങൾ. ബട്ട് ഞാൻ ചോദിക്കുന്നത്, സോ നൗ വാട്ട് യു തിങ്ക്, അതെല്ലാം വർത്തായിരുന്നോ? കോഴ്സ് അതാണ്. ഇപ്പോഴാണേലും എനിക്കറിയാം ഒരു ടൈം ഇത് നേടിയാൽ എനിക്ക് അവരോട് കൂടിയുള്ള അറ്റാച്ച്മെന്റ് കൂടുകയുള്ളൂ. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ നേടണതുള്ളത് എൻ്റെ മൈൻഡിൽ. എനിക്ക് തോന്നുന്നു ഈവൻ മോളുടെ സിബ്ലിങ്സ് പോലും ദേ സ്റ്റാർട്ടഡ് ഡ്രീമിങ് ബിഗ് അല്ലേ? അതായത് എൻ്റെ ഫാമിലിയിൽ നിന്ന് ഫസ്റ്റ് കുറച്ച് നാട് വിട്ട് പുറത്ത് പഠിക്കാൻ പോകുന്നത് ഞാനാണ്. കുറച്ച് ഡിസ്റ്റൻ്റായി നിൽക്കുന്നത് ഞാനാണ്. ഈ പ്രൊഫഷനിലേക്ക് കയറുന്നത് ഞാനാണ്. അപ്പോൾ ഇത് കണ്ട് കുറേ ആൾക്കാർ എന്നെ റോൾ മോഡലായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ പിന്നെ അനിയനും അനിയത്തി ആയാലും ഇപ്പോൾ കണ്ട് പഠിക്കണത് എന്നെ കണ്ടിട്ടാണ്. അപ്പോൾ ഉപ്പ ഇമ്മയും പറയണത് ഓക്കെ ജുമാനത് നേടിയില്ലേ, അതുപോലെ പഠിക്കുക, ജുമാനത്തെ പഠിച്ച പോലെ നോക്കി പഠിക്കുന്നൊക്കെ എന്നെ റോൾ മോഡലായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്. ആക്ച്വലി യു ആർ നോ, ബിക്കോസ് ഞാൻ ബിലീവ് ചെയ്യുന്നൊരു എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ക്യാൻ ചേഞ്ച് എവറിത്തിങ് അല്ലേ? ഇഫ് യു വിൽ ഗീവ് മേ ബി സം എമൗണ്ട് ഓഫ് മണി ടു സം വൺ, മേ ബി ആ ഒരു പർട്ടിക്കുലർ കാര്യം നടക്കുമായിരിക്കും, റൈറ്റ്? ഇപ്പോൾ മോള് തന്നെ ആലോചിക്കുക, വെൻ യു ഗീവ് എവറിത്തിങ് ഫോർ യുവർ എഡ്യൂക്കേഷൻ, ഇന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം ഫാമിലി എന്നല്ല, ബട്ട് ഐ തിങ്ക് ദ ഹോൾ സൊസൈറ്റി ഈസ് ലുക്കിംഗ് അപ് ടു യു ആൻഡ് ദേ ആർ തിങ്കിങ് ഓക്കെ നമുക്കിതുപോലെ ആവണം, റൈറ്റ്? സോ എന്നാ ഡോക്ടർ ആവേണ്ടേ മുന്നോട്ട്? ഇപ്പോൾ ഓൾറെഡി കുട്ടിക്കാലത്ത് ഡോക്ടർ എന്ന് എഴുതിയ ആൾ ഉറപ്പായിട്ട് ഇപ്പോൾ ഓൾറെഡി തലയിൽ സെറ്റാക്കിയിട്ടുണ്ടാവും എനിക്ക് ഏത് സ്പെഷ്യലൈസേഷനാണ് വേണ്ടതെന്നുള്ളത്, അല്ലേ? എന്താ പ്ലാൻ ചെയ്യുന്നത്? ആക്ച്വലി എൻ്റെ മൈൻഡിൽ ചെറുതുള്ളപ്പോൾ തൊട്ട് ഗൈനക്കോളജി ആവണം എന്നുണ്ടായിരുന്നു. കാരണം ഫാമിലി ഞാൻ പറഞ്ഞു ഓർത്തഡോക്സ് ആയതുകൊണ്ട് തന്നെ ഗൈനക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ പറയേണ്ടത് ഞാൻ ചെറുതുള്ളപ്പോൾ തൊട്ട് കേട്ടിരുന്നു. അപ്പോൾ ഒരു ഫാമിലിയിലൊരു ഗേൾ ഇതുപോലത്തെ രീതിയിൽ സ്പെഷ്യലിസ്റ്റായി നിൽക്കുകയാണെങ്കിൽ അത് ഭയങ്കര അടിപൊളിയാണെന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഫാമിലിയിൽ പറയുന്നു. അപ്പോൾ ഇങ്ങനെ എൻ്റെ വല്യമ്മക്ക് ഇങ്ങനെ പറയും ഗൈനക്കോളജിയോ അതൊക്കെ കുറച്ച് ബാഡാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. ബട്ട് സ്റ്റിൽ എൻ്റെ മൈൻഡിൽ ആ ഒരു വുമൻസിന് വേണ്ടിയിട്ടുള്ളത് രീതിയിൽ ആവണം എന്നുള്ളത്. മനസ്സിലായി. അല്ലെങ്കിൽ അതുപോലെ എനിക്ക് ഫുൾ ഹോസ്പിറ്റൽ വർക്ക് മാത്രമായിട്ട് നിൽക്കുക ആ രീതിക്ക് പകരം കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് MBBS കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ രീതിയിലേക്കും കുറച്ചുകൂടി മാറണം. അങ്ങനെയും ആഗ്രഹമുണ്ട്. മനസ്സിലായി. മോളെ ആക്ച്വലി ഐ തിങ്ക് വീഡിയോ കാണുന്ന ആൾക്കാർ മാത്രമല്ല, മോളോട് സംസാരിച്ച ഞാൻ പോലും വളരെ ഇൻസ്പയർഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ മോട്ടിവേറ്റഡ് ആയിട്ടാണ് ഇതെല്ലാം കേൾക്കുന്നത്. ആക്ച്വലി വളരെ ചെറിയ പ്രായത്തിൽ ഇത്രയും ഡിറ്റർമിനേഷനോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, ഐ തിങ്ക് മോളെ നത്തിങ് എൽസ് മാറ്റേഴ്സ്. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് സെറ്റ് അല്ലേ? ആൻഡ് ദ കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് മോൾ വെച്ചിരുന്നത് ഐ തിങ്ക് എല്ലാവർക്കും ലുക്കപ്പ് ടു ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ബിക്കോസ് നൗ ഇൻ ദി സൊസൈറ്റി പീപ്പിൾ ആർ ഓൾവേസ് കംപ്ലൈനിങ് എനിക്കതില്ല ഇതില്ല, റൈറ്റ്? ആൻഡ് നൗ ഫോർ യു എന്താ ഉണ്ടായിരുന്നത് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഔട്ട്കം കൊണ്ടുവരിക എന്നുള്ള. ആൻഡ് നൗ ഐ ക്യാൻ സീ യു വെൻ യു ആർ ടോക്കിംഗ് നോ ഭയങ്കര മൈൻഡ്ഫുൾ ആയിട്ടാണ് സംസാരിക്കുന്നത്. ഐ ആർ വെരി ഹാപ്പി അബൌട്ട് വാട്ട് യു ഹാവ് ഡൺ ആൻഡ് യു ആർ വെരി ഹാപ്പി അബൌട്ട് എവറി ഡേ മോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ദിവസത്തിൽ യു ആർ വെരി ഹാപ്പി. ആൻഡ് വെൻ യു ആർ ടെല്ലിംഗ് ഈവൻ ഐ വാസ് ഓൾസോ ഗെറ്റിംഗ് ഗൂസ് ബംസ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് കോൺവെർസേഷൻ. many students will get a lot of motivation from this and I'm sure മോൾ ആഗ്രഹിക്കുന്ന എല്ലാം നടക്കും, മനസ്സിലാവുന്നു. ആൻഡ് മോളുടെ സിബ്ലിങ്സ് അല്ലെങ്കിൽ മോളുടെ ഫാമിലിയിൽ, മോളുടെ നൈബർഹുഡിൽ ലോട്ട് ഓഫ് പീപ്പിൾ ഫോർ അങ്ങോട്ടുള്ള ഒരുപാട് സമയത്ത് യു വിൽ ബി ദെയർ മോട്ടിവേഷൻ. താങ്ക് യു സോ മച്ച് ജുവാന. താങ്ക് യു.